വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 17 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. നികുതിയെക്കുറിച്ച്. അവർ കഫർനാമിലെത്തിയപ്പോൾ ദേവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ? അവൻ പറഞ്ഞു, ഉവ്വ്. പിന്നീട് വീട്ടിലെത്തിയപ്പോൾ യേശു ചോദിച്ചു, ശിമയോനെ, നിനക്കെന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് നികുതിയോ ചുങ്കമോ പിരിക്കുന്നത്? തങ്ങളുടെ പുത്രന്മാരിൽ നിന്നോ അന്യരിൽ നിന്നോ? അന്യരിൽ നിന്ന്. പത്രോസ് മറുപടി പറഞ്ഞു. യേശു പറഞ്ഞു, അപ്പോൾ പുത്രന്മാർ സ്വതന്ത്രരാണല്ലോ. എങ്കിലും അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. നീതി നിർവഹണം ഔദാര്യത്തോടു കൂടെ തന്നെയാകേണ്ടതുണ്ട്. യേശുവും ശിഷ്യന്മാരും അന്നത്തെ പര്യടന പ്രവൃത്തികളൊക്കെ അവസാനിപ്പിച്ച് കഫർനാമിലേക്ക് തിരിച്ചെത്തി. അപ്പോഴാണ് ദേവാലയ നികുതി പിരിക്കുന്ന ഒരു ചെറു സംഘം പത്രോസിനെ സമീപിച്ച് ചോദിക്കുന്നു, നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ എന്ന്. പത്രോസ് അതിന് അനുകൂലമായിട്ടുള്ള മറുപടി നൽകിക്കൊണ്ട് അവർ താമസിക്കുന്ന ഭവനത്തിലേക്ക് അവർ എത്തി. കഫർനാമിൽ അവർ താമസിക്കുന്ന ഭവനത്തിലെത്തിയതിനു ശേഷം യേശു പത്രോസിനെ സൗകര്യപൂർവ്വം വിളിച്ച് പത്രോസിനോട് ചോദിക്കുന്നു, നാട്ടിലെ രാജാക്കന്മാർ നികുതി ആരിൽ നിന്നാണ് പിരിക്കുക? കുടുംബാംഗങ്ങളിൽ നിന്നാണോ അതോ പുറത്തുള്ളവരിൽ നിന്നാണോ? പത്രോസിനൊരു സംശയവും ഉണ്ടായില്ല. കുടുംബാംഗങ്ങളിൽ നിന്ന് ഒരു രാജാവും നികുതി പിരിക്കാറില്ല. പുറത്തുള്ളവരിൽ നിന്നാണ് നികുതി പിരിക്കുക. അപ്പോ പത്രോസിന്റെ ചിന്തയ്ക്കായിട്ട് യേശു ഒരു ആശയം കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സത്യത്തിൽ നികുതി കൊടുക്കാൻ നാം ബാധ്യസ്ഥരല്ല. എങ്കിലും ജനങ്ങൾക്കും മറ്റുള്ളവർക്കും ഇടർച്ച വരാതിരിക്കുന്നതിനു വേണ്ടി പത്രോസേ, നീ പോയി എനിക്കും നിനക്കും ആവശ്യമുള്ള നികുതി കൊടുക്കണം. അതിനായിട്ട് യേശു പത്രോസിനെ കടലിൽ ചൂണ്ടയിടാൻ വേണ്ടി വിടുകയാണ്. പത്രോസിനോട് പറയുന്നു, നീ ചൂണ്ടയിട്ട് കിട്ടുന്ന ആദ്യത്തെ മത്സ്യത്തിന്റെ വായിൽ ഒരു നാണയം കാണും. ആ നാണയം എടുത്ത് എനിക്കും നിനക്കും നികുതി അടയ്ക്കുക. നികുതി അടയ്ക്കുന്നതിനുള്ള മൂല്യം ആ നാണയത്തിന് ഉണ്ടാകും. യേശു ഇങ്ങനെ രാജ്യത്തിന്റെ നീതിപൂർവമായിട്ടുള്ള നിയമങ്ങള് തന്റെ മക്കളും അനുസരിക്കേണ്ടതുണ്ട് എന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അതിനോടുകൂടെ താൻ ആരാണെന്നും തന്റെ ശിഷ്യന്മാരുടെ അസ്തിത്വം എന്തായിത്തീരുമെന്നും അന്നത്തെ സാധാരണ ജനങ്ങൾക്ക് മുഴുവനും മനസ്സിലാക്കാൻ ഇടവരാത്തതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഇടർച്ചയ്ക്ക് വക നൽകാതെ നീതിപൂർവം നമുക്ക് വർത്തിക്കാം എന്ന് യേശു പത്രോസിനോട് പറഞ്ഞു കാണുക. ചില അവസരത്തിൽ ചില കാര്യങ്ങൾ ഈ തരത്തിൽ വിവേകത്തോടു കൂടെ തന്റെ അനുയായികളും പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യം അതിനാൽ പഠിപ്പിക്കുകയാണ് യേശു ഇവിടെ.